ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എൻ്റെ ഹൃദയത്തിനിരുളങ്ങ് മാറാ ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാ ഒന്ന് തൊട്ടോട്ടെ ഈ നല്ല മണ്ണിൽ തട്ടി മാറ്റിയിടുമോ സ്നേഹമുല്ലേ. ഒരു പാട്ട് ഞാനും അത് ഒരു പാട്ടിൻ്റെ ആളാണ്. ദഫ്, സ്കൗട്ട്, അർവന അതുപോലെ തന്നെ ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതിനോട് പാട്ട് പാടാൻ താല്പര്യമൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് ഇവരെ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമായി. പാട്ടുകാരെന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് അവനെ ഉപയോഗപ്പെടുത്തിയിട്ട് പാട്ടൊക്കെ ഒന്ന് ഉഷാറാക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അത് അള്ളാൻ്റെ തൗഫീഖ് കൊണ്ട് ഇങ്ങനെ പിന്നെ അത് കുറച്ച് പാട്ടുകളൊക്കെ യൂട്യൂബിൽ കണ്ടിട്ട് അങ്ങനെ പിന്നെ ഓരോ സ്കൂളിൽ നിന്ന് മാഷന്മാർ ഇൻസ്റ്റയിലൊക്കെ പാട്ടുകൾ പാട്ടിച്ചിട്ട് അങ്ങനെ വൈറലായതാണ്. രാജസല്ലഭങ്ങളോ പൂങ്കിന്നാരങ്ങളോ കണ്ണോരം ഞാനും നീ എന്ന രാഗം എന്നാലും നമ്മിൽ നിറയുമനകതാളം മരതകമഞ്ചും നീലമിഴികളിൽ കിനാക്കളോ മരതകമഞ്ചലിലാടു മകരതാരുകങ്ങളോ. ഹായ്, അപ്പോൾ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂർ ചെമ്പ്ര തെക്കേക്കളം എന്ന സ്ഥലത്താണ് കേട്ടോ. തെക്കേക്കളത്തിലെ ബിലാൽ മസ്ജിദ് എന്ന പള്ളിക്ക് മുമ്പിലാണ് ഞാനുള്ളത്. അപ്പോൾ ഇവിടെ വരാനൊരു കാരണമുണ്ട്. അതായത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരനുണ്ട്. അതായത് അടിപൊളിയായിട്ട് പാട്ട് പാടുന്ന ഒരു കൊച്ചുമോനെ. അപ്പോൾ അവൻ പഠിക്കുന്ന സ്ഥലമാണ് ഈ ബിലാൽ മസ്ജിദ് എന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് അവനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം, അവൻ്റെ വിശേഷങ്ങൾ അറിയാം. അതുപോലെ ഇൻസ്റ്റയിൽ ഇപ്പം നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി നല്ല വ്യൂസിലൂടെ അങ്ങനെ കുതിച്ചു ഉയരാണ്. അപ്പോൾ ആ ഒരു കലാകാരനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആൾ ഇവിടെയാണ് പഠിക്കുന്നത്. ഉസ്താദും അവരുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്. എല്ലാവരും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ പള്ളിയാണ്ട് അതിന് ബഹുമാനം കൊടുത്തിട്ട് നമുക്ക് വീഡിയോ എടുക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും സാറേ. ഞാനേ ഒരു വീഡിയോ കണ്ടിട്ട് വരികയാണ്. അപ്പം ഇതിൽ പാടുന്ന ആള് പാട്ട് പാടുന്ന ആള് പാട്ട് പാടുന്നത് അതവിടെ. ഹലോ, അസ്സലാമു അലൈക്കും. എന്താ ഒന്ന് അന്വേഷിക്കോ? പഠനത്തിലാണോ? കുഴപ്പമില്ല. ബുദ്ധിമുട്ടാവോ? ഇല്ല ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, എന്നാൽ വരും. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞ മോൻ്റെ പേര് ഷബീബ്. ഒരു സ്ഥലം നിലമ്പൂർ. ഇവിടെ ദർസിൽ നിന്ന് പഠിക്കുക അല്ലേ? മക്കളെ പേര് അദിനാൻ. സ്ഥലം നിലമ്പൂർ. പേര് മുഹമ്മദ് ഫർഷാൻ. സ്ഥലം നിലമ്പൂർ. സ്ഥലം വരുന്നതാ? ഞാൻ ജസീർ ഇഷാമി. ഞാൻ അരീക്കോട് അരീക്കോടിൻ്റെ ഇടയിൽ പന്നിപ്പാറ. നമ്മൾ സോഷ്യൽ മീഡിയ കാണുമ്പോൾ പാട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പാടാൻ പറ്റും. പക്ഷെ കഴിവ് എങ്ങനെയുണ്ടോ അത് തെളിയിക്കുക, അതൊരു ഭാഗ്യം കൂടിയാണ് അല്ലേ? അങ്ങനെ ഒരു ഭാഗ്യം ഇവരെ കിട്ടി എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ? ശരിക്കും പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ ഇത്ര ദമ്മായിട്ട് പാടണം? എങ്ങനെ കേട്ട് പഠിച്ചു. ഇവിടെ ആരാ സപ്പോർട്ട്? ഇൻസ്റ്റ സപ്പോർട്ട് ഉണ്ടോ? നല്ല സപ്പോർട്ടാ? എന്താ പറയുക പാട്ട് പാടുമ്പോൾ? അല്ല വേണ്ട, ആ വീഡിയോ എന്താ പറഞ്ഞേ? അത് പറഞ്ഞേ. വേറെ സപ്പോർട്ട് തന്നെ കിട്ടിയോ? പാടുന്നുള്ള ഇത് ഇങ്ങനെ അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇന്ത്യയിലത്തെ യൂട്യൂബ് ചാനലുണ്ട് ജസീർ ഇഷാമി ഒഫീഷ്യൽ. അതിൽ കുറേ പാട്ടുകളിട്ട് പിന്നെ അവിടെ സ്കൂളിൽ ചെമ്പ്ര സ്കൂളിലാണ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു മാഷുണ്ട്, മൂപ്പരിങ്ങനെ കുറേ പാട്ടുകൾ പാടിച്ച് ഇൻസ്റ്റയിലിട്ട് എല്ലാവരും കണ്ടു അല്ലേ? സംബന്ധരോ ഈ ചെമ്പ്ര തിരുവനന്തപുരം പറയുമ്പോൾ നമ്മളെ ചാനലിന് സാനവാസ് എന്ന് പറഞ്ഞൊരു ബ്ലോഗറുണ്ട് അവിടെ. അപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോ കണ്ടിട്ട് മുപ്പത് ഇതേമാതിരി വീഡിയോ എടുത്തി. ഓക്കെ. അപ്പോൾ ഈ തിരൂര് ചെമ്പ്ര എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ചാനൽ ഒരുപാട് വീഡിയോ വന്നൊരു നാടാണത് ചെമ്പ്ര എന്നൊക്കെ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു വീഡിയോ കൂടി കിട്ടിയാൽ നമുക്ക് ഒരു ആവേശമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് ഷബീബ് പേരെന്താണ്? മുഹമ്മദ് ഷബീബ്. എന്താണ് ഷബീബിൻ്റെ കഴിവ് എന്നുള്ള നമ്മളെ ചാനലൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ? എന്നിട്ട് നമുക്ക് തുടങ്ങാൻ ബാക്കി അല്ലേ? ഒരു പാട്ടുകൾ തുടങ്ങാം. ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എൻ്റെ ഹൃദയത്തിനിരുളങ്ങ് മാറാ ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാ ഒന്ന് തൊട്ടോട്ടെ ഈ നല്ല മണ്ണിൽ തട്ടി മാറ്റിയിടുമോ സ്നേഹമുല്ലേ. തൗബ ചെയ്തോട്ടെ ഈ കാലിൻ ചോട്ടിൽ തൂബാലക എന്ന് ചൊല്ലാമോ മെല്ലെ. മാഷാ അല്ലാഹ്. ഇങ്ങനെയുള്ള കലാകാരന്മാരെ ചേർത്ത് നിർത്തിയിട്ട് ഓലെ പഠിപ്പിക്കുക, അവർക്ക് സപ്പോർട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവം തന്നെയാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നല്ല നല്ല കലാകാരന്മാരൊക്കെ നമുക്കറിയാലോ അവരവൻ്റെ റീച്ചിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്.
പക്ഷേ ഇങ്ങനത്തെ കുട്ടികളെ ചേർത്ത് പിടിച്ചിട്ട് പഠിപ്പിക്കുക, അവർക്ക് സപ്പോർട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. അപ്പോൾ ഉസ്താദിനെ പറ്റുന്ന പറഞ്ഞാണ്, ഉസ്താദ് എങ്ങനെയാണ് ഇവരെ കിട്ടിയതെന്ന് പറഞ്ഞാണ്? ഞാനിവിടെ നോമ്പിൻ്റെ കുറച്ച് മുമ്പാണ് ഇവിടെ ജോലിക്ക് വന്നത്. ഞാനിവിടെ പള്ളി മദ്രസമായിട്ടാണ് ജോലി വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ ചെറിയ ദർസ് തുടങ്ങിയ തിരക്കുകളാന്ന് തോന്നി. അങ്ങനെ കമ്മിറ്റിക്കാരോടൊക്കെ സംസാരിച്ചപ്പോൾ ഓൽക്കും സന്തോഷമായി. അങ്ങനെ ആ ദർസ് കുട്ടികളെ അന്വേഷിക്കുമ്പോഴാണ് ഇവനെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓനെ അന്വേഷിക്കുമ്പോൾ തന്നെ ഒരു പാട്ടാണ് ഞാനും ആദ്യം ഒരു പാട്ടിൻ്റെ ആളാണ്. ദഫ്, സ്കൗട്ട്, അറവന അതുപോലെ തന്നെ ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതിനോട് പാട്ട് പാടാൻ താല്പര്യമൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് ഇവരെ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമായി. പാട്ടുകാരെന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് ഓനെ ഉപയോഗപ്പെടുത്തിയിട്ട് പാട്ടൊക്കെ ഒന്ന് ഉഷാറാക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അത് അള്ളാൻ്റെ തൗഫീഖ് കൊണ്ട് ഇങ്ങനെ പിന്നെ അത് കുറച്ച് പാട്ടുകളൊക്കെ യൂട്യൂബിൽ കണ്ടിട്ട് അങ്ങനെ പിന്നെ ഓനെ സ്കൂളിൽ നിന്ന് മാഷന്മാർ ഇൻസ്റ്റയിലൊക്കെ പാട്ടുകൾ പാട്ടിച്ചിട്ട് അങ്ങനെ വൈറലായതാണ്. ഇവിടെ 5 ആളുണ്ടായിരുന്നത്. ഇപ്പോൾ 2 ആൾ ഇപ്പോൾ തൽക്കാലം സുഖമില്ലാത്തതുകൊണ്ട് ലീവിലാണുള്ളത്. ഇവിടെ 3 ആളാണുള്ളത്. കുട്ടികളെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾ ഏത് വന്നാലും മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തോടു കൂടി വളരെ ആത്മീയമായ രീതിയിൽ ഖുർആനും അതുപോലെ തന്നെ കിതാബും ഭൗതികവും രണ്ടും ഒരുപോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീട്ടുകാരൊക്കെ പറഞ്ഞു അല്ലേ, ഈ വീട്ടിൽ ഇപ്പോൾ പാടുണ്ടല്ലോ, നല്ലപോലെ പാടുണ്ടല്ലോ, വീട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആളെ പാട്ടിനെ ഉമ്മ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഒപ്പം എന്ത് ചെയ്യണേ? ഓക്കെ. അപ്പോൾ ശരിക്കും നമ്മൾ ഇവിടെ പഠിക്കുമ്പോഴേ വീട്ടുകാർക്ക് നമ്മളെ അവസ്ഥയൊക്കെ കാണാനും അറിയാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. അതിന് പറ്റിയതാണ് നമ്മൾ വീഡിയോ. കാരണം വെച്ചാൽ നിൻ്റെ ഈ ഒരു കഴിവ് കാണുമ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ഒരു കഴിവ് കാണുമ്പോൾ ഒന്നുകൂടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ വീട്ടിൽ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ഉമ്മ എന്നല്ല പറഞ്ഞ പാട്ടിന്. അപ്പോൾ ഉമ്മാൻ്റെ പാട്ടിനായിക്കോട്ടെ, ഉമ്മാക്കുള്ളൊരു പാട്ടല്ലേ ഈ പാട്ട്. ഷബീബിൻ്റെ ഉമ്മാക്കുള്ള പാട്ടാണ് കേട്ടോ. ഉമ്മ ഈ വീഡിയോ കണ്ട് എന്തെങ്കിലും അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ. ഷബീബിൻ്റെ സപ്പോർട്ട്, അതിനുള്ള സപ്പോർട്ട് നമുക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഈ പാട്ട് കാണാൻ പോണേ. കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ കാഴ്ചകളറിയൂല, കരളിം വാ പെറ്റും മാനെ വാങ്ങാനൊക്കൂല. കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ കാഴ്ചകളറിയൂല, കരളിം വാ പെറ്റും മാനെ വാങ്ങാനൊക്കൂല. ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്. സ്നേഹക്കാവാണ് ഉമ്മ സഹനക്കടലാണ്, സ്നേഹക്കാവാണ് ഉമ്മ സഹനക്കടലാണ്. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളി, ബുദ്ധിമതിയാൽ മുത്തു മുഹമ്മദ് പൂമൊയിലുള്ളിലുറച്ചോളി. എന്താ ഉമ്മാൻ്റെ പാട്ട് പാടിയപ്പോൾ ഒരു സങ്കടം? ഉമ്മാനെ കാണാൻ പോതിൻ്റെ ഇപ്പോൾ നാട്ടിൽ പോയിട്ട് വന്ന് എത്ര ദിവസമായി ഇപ്പം? അതാണ് ഒന്ന് കണ്ടുവന്ന ഉഷാറാവും. പിന്നെ നമ്മളെ ഉസ്താദുമാരും നമ്മളെ ചങ്ങാതിമാരെ കുറിച്ച് എന്താ പറയാനുള്ളത്? ചങ്ങാതിമാരൊക്കെ സപ്പോർട്ടുണ്ട്. ഉസ്താദുമാരും ഉമ്മമാരും ഉപ്പമാരൊക്കെ നല്ല സപ്പോർട്ടാണ്. ഓക്കെ. ഷബീബ് ഇവിടെ വന്നിട്ട് എത്ര വർഷമായി ഇപ്പം? 3 മാസമാണ്. 3 മാസം. എത്ര മാസം പഠിക്കണം ഇവിടെ? ഞാനിവിടെ 8ാം ക്ലാസ്. സ്കൂൾ 8ാം ക്ലാസ്സിലല്ലേ? ഓക്കെ. ഇവിടുത്തെ ഇതൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പോൾ പുതിയൊരു ജീവിതമാണല്ലോ ഇതല്ലേ, വീട്ടിൽ നിന്ന് മാറി നിൽക്കല്ലേ, എങ്ങനെയുണ്ട്? ഇവിടെ നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ് അല്ലേ. കലാകാരനാന്ന് എത്ര പേർക്ക് അറിയാം? എല്ലാവർക്കും അറിയാം, ഇവിടെ നാട്ടുകാർക്കൊക്കെ അറിയാം. ഒരു ചെറിയൊരു സെലിബ്രിറ്റി കൂടിയാണ് ഇവിടുത്തെ നാട്ടിലെ അല്ലേ. ഓക്കെ. പിന്നെ നമുക്ക് എന്തായാലും ഒരു നല്ലൊരു സ്ഥലത്തേക്ക് പോലെ നമുക്ക് അവിടെ ഒന്നുകൂടി സംസാരിക്കാം. സാധാരണ ഇപ്പോൾ നമ്മളൊക്കെ ദർസ് പഠിച്ച ആൾക്കാരാണ്. നമ്മളൊക്കെ ദർസ് പഠിക്കുന്ന സമയത്തൊക്കെ ഒരു പായൽ ഇതിലൊക്കെ കടന്നിട്ട് നമ്മളൊക്കെ ദർസ് പഠിച്ചത്. പക്ഷേ ഇവിടെയൊക്കെ കുട്ടികൾക്ക് ബെഡ് കാര്യങ്ങൾ എല്ലാ സൗകര്യവും അവർക്ക് എന്ത് സൗകര്യം വേണമെങ്കിലും ഒക്കെ അവർക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ നാട്ടുകാർ വളരെ സപ്പോർട്ടാണ്. നല്ല ഫുഡാണ് ഇവർക്ക് എല്ലാവർക്കും. ഇപ്പോൾ രാത്രി ഒരൊറ്റ വീട്ടിലെ ഭക്ഷണമുള്ളത് എല്ലാ ദിവസവും അവർ വന്നിട്ട് അൽഫാം മറ്റേ മറിച്ച് പറഞ്ഞാൽ അത്രയും സപ്പോർട്ട് ചെയ്യണ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് കൊടുക്കുന്ന ഒരു വീടാണ് അത്. അങ്ങനെ എല്ലാ വീട്ടുകാരും ചില വീട്ടുകാരും ഉഷാറാണ്. ഭക്ഷണം കൊടുക്കാനൊക്കെ എല്ലാ നാട്ടുകാരും ഉഷാറാണ്. കൂടുതൽ നമുക്ക് അവൻ്റെ വിശേഷങ്ങൾക്ക് പോകാം. അപ്പോൾ ഷബീമോൻ്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നില്ലെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ കുറേ കുട്ടികൾ ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ 2 കൈ വന്നിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആ സപ്പോർട്ട് നമ്മൾ ഈ മോനും കൊടുക്കണം. കാരണം വെച്ചാൽ അസാധ്യ കഴിവുള്ള മോനാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ഉള്ളത് തുഞ്ചൻ നമ്പ്യാരെ നാട്ടിലാണ് നമ്മളുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഓർമ്മിപ്പിക്കുന്നൊരു പാട്ട് കൂടെ നമുക്ക് വേണം അല്ലേ, വേണ്ടേ? അതുപോലെ ഒരുപാട് വേദികൾ പാടി ഹിറ്റാക്കിയൊരു പാട്ടും കൂടെ ഉണ്ട്. പിന്നെ പറയാനുള്ള വെച്ചാൽ ഈ മക്കളെ ഞാൻ പറഞ്ഞല്ലോ, ഈ സ്ഥലം ഇവർ പഠിക്കുന്ന സ്ഥലം നല്ല മനോഹരമായ ഒരു സ്ഥലമാണ്. ഈ എന്താ പറയുക, എന്താ സ്ഥലത്തിൻ്റെ പേര്? ചെമ്പ്ര അല്ല, ഈ മറ്റേ സ്ഥലത്ത് എന്താ?
അപ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെ നമ്മൾ ഈ മസ്ജിദ് ബിലാൽ മസ്ജിദ് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം അതുപോലെ ഒരു ഏരിയയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്താണ് ഇവർ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർക്കും ഇങ്ങോട്ട് കുട്ടികളെ കൊടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്തോളി, നല്ല സ്ഥലമാണ്. പിന്നെ അപ്പോൾ നോക്കാം അല്ലേ. അപ്പോൾ ഒരു സൂപ്പർ പാട്ട്, അതായത് ഇപ്പോൾ നമ്മൾ ഒരുപാട് പാട്ട് പാടിയല്ലോ. ശരിക്കും ഷബീമോന് ഏറ്റവും കൂടുതൽ പാട്ട് പാടി വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത വീഡിയോ ഏതാ? വീഡിയോ മമ്പൂറപ്പൂ. എത്ര ആൾക്കാർ കണ്ടു? അത് 2 മില്യണോളം. 2 മില്യൺ 20 ലക്ഷം ആൾക്കാർ കണ്ട വീഡിയോ അല്ലേ? എത്ര പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും? 3000. അത്യാവശ്യം ആൾക്കാർ കമൻറ്റുകളായിട്ട് ലൈക്കൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുക. ഇങ്ങനത്തെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സംഭവം തന്നെയാണ്, പ്രോത്സാഹനമാണ് അല്ലേ. തുഞ്ചന്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരണ നാട്, താരീളം ചുണ്ടിൻ മാപ്പിളശീലിൻ മധുരം കിനിയും നാട്, തെയ്യവും കഥകളി നാവെ പാടിയ നാടിത കേര മരങ്ങൾ, തായിക പൊൻകുടമേ നീ നിര നിന്നേ, കണി കാണും പുലരിയിൽ തെളിയുഷ മലരി മാമ്പൂ മഞ്ഞവും തൂകി, കേരള മാമക കേരള നാട്ടിൽ വായ് വീതേ, തുഞ്ചന്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരണ നാട്, താരീളം ചുണ്ടിൻ മാപ്പിളശീലിൻ മധുരം കിനിയും നാട്. അതായത് ഈ പാട്ട് അതിൽ പറഞ്ഞ ആളെ നാട്ടിൽ നമ്മൾ പാട്ട് പാടുന്നത് അല്ലേ. അതുപോലെ തന്നെ നല്ല പ്രകൃതി രമണീയമായൊരു സ്ഥലം, അതുപോലെ പാട്ടിനെ പോലെ തന്നെ എല്ലാം കൊണ്ടും അതിലുള്ള പോലെ നീതി പുലർത്തിയ സ്ഥലം. അപ്പോൾ നമ്മുടെ ഷബീബ് മോൻ പാടിയ ഒരുപാട് പാട്ടുകൾ വൈറലായ ഒരു സ്ഥലമാണിത്. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? ഇതൊരു തൂക്കുപാലാണ് സ്ഥലം, അതന്നെയാണ്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ നല്ലുണ്ട്. നല്ല അതിമനോഹരമായ ഒരു പുഴയുടെ മേലെയാണ് തൂക്കുപാലട്ടുള്ളത് കേട്ടോ. സമയം ഒരുപാട് പഴക്കമുള്ള ഒരു തൂക്കുപാലം പോലെ തോന്നുന്നു, നല്ല ഇളക്കൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് പാട്ട് ഇപ്പോൾ ഈ തൂക്കുപാലത്ത് വന്ന് പാടിയില്ലേ, എന്താ ഈ ഇവിടുന്ന് പാടുക കാരണം എന്താ? അത്ര ഇഷ്ടമുള്ള സ്ഥലമാണോ? ഇവിടെ നല്ല മരങ്ങളും ഏതൊരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം നല്ല വൈബുള്ള സ്ഥലം കണ്ട അത് നല്ലൊരു തന്നെയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അവസാനമായിട്ട് ഒരു പാട്ട് പാടി വെക്കാം. സൂപ്പർ, ഒന്നും പറയാല്ല കേട്ടോ. കാരണം വെച്ചാൽ ഇത് ജഡ്ജ് ചെയ്യാൻ ഞാൻ ആരുമല്ല. കാരണം വെച്ചാൽ ഇത് എത്തേണ്ട ആൾക്കാരുടെ അടുത്തേക്ക് എത്തിയാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ സാറേ ഇപ്പോൾ നമ്മളെ മോന് സംഗതി പോകാൻ ദർസിൽ പഠിക്കുക, അവന് കൂടുതലായിട്ടൊന്നും ഇങ്ങനെ പുറത്തേക്ക് പോയിട്ട് പാടാനുള്ള അവസരം ഇപ്പോൾ ഉണ്ടായിണ്ടാവില്ല. അപ്പോൾ ഇനി കൂടുതൽ നമുക്ക് ഇങ്ങനെ ഒരു അവന്റെ കഴിവിനെ നമുക്കൊന്ന് ഉഷാറാക്കണം. ഓനെ എവിടെയെങ്കിലും നല്ല പാട്ട് പഠിപ്പിക്കുന്ന സ്ഥലത്ത് ചേർത്തിട്ട് ഒന്നുകൂടി ഉഷാറാക്കണം. പാട്ട് പഠിക്കാൻ പോകുന്നില്ലേ? കാരണം എന്താ പറയുക, അപ്പോൾ അസാധ്യമായി പാടുണ്ട്. എന്താ വെച്ചാൽ ഒരു പാട്ട് പഠിക്കാത്ത കുട്ടിയാന്ന് തോന്നൂല പാട്ട് കേൾക്കുമ്പോൾ. പക്ഷെ അത് നമുക്ക് കേട്ടോ, അത് അറിയുന്നവർക്ക് അത് അറിയും. പക്ഷെ എന്തായാലും ഷബീബ് ഇനിയും പാട്ടുമായിട്ട് നല്ലോണം മുന്നോട്ട് പോകണം. അത് പഠനത്തിൻ്റെ കാര്യത്തിലും മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ഉസ്താദിൻ്റെ ഒക്കെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവും. ഉസ്താദിൻ്റെ ചാനലൊക്കെ ഇനിയും വരും. ഉസ്താദിൻ്റെ ചാനലിൻ്റെ പേരെന്താ പറഞ്ഞേ? ജസീർ ഹിഷാമി ഒഫീഷ്യൽ. ആ ഒരു ചാനൽ യൂട്യൂബ് ചാനലാണ്, എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. കാരണം വെച്ചാൽ ഇനി ഒരുപാട് പാട്ട് ഉസ്താദിന് അങ്ങനെ വരാനുണ്ട്. അപ്പോൾ അതുപോലെ ഈ ഒരു മാത്രമല്ല, അവിടെ ഒരുപാട് കുട്ടികൾ വേറെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വരും. അപ്പോൾ എന്തായാലും തുടർന്നും നല്ല നല്ല പാട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നിർത്താം അല്ലേ.